സന്നിധി മതി എൻ ദൈവമേ, നിൻ സാന്നിധ്യം മതി ഈ ഏഴയ്ക്ക്. നിൻ ദിവ്യകൃപകളാ ജീവിപ്പാൻ നിന്നാത്മശക്തി പകരൂ നാഥാ. നിന്നാശിഷം ചൊരിയുക എന്നിൽ, നിന്നാശിഷം ചൊരിയുക എന്നിൽ. കേൾപ്പിക്കുക നിൻ സ്വർഗീയനാദം. സ്വർഗീയനാദം ശ്രവിക്കുന്ന എല്ലാ മാന്യ സ്നേഹിതർക്കും പ്രഭാതവന്ദനങ്ങൾ അറിയിക്കട്ടെ. ഇന്നത്തെ ദിവസം നമുക്ക് ഏവർക്കും അനുഗ്രഹമായി തീരട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് നമുക്കേറെ സുപരിചിതമായ ഒരു വാക്കാണ്. ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും തെരഞ്ഞെടുപ്പ് ആവശ്യമായി വരുന്നു. നാം ഒരു കടയിലേക്ക് ഏതെങ്കിലും ഒരു സാധനം വാങ്ങുന്നതിന് വേണ്ടി ചെല്ലുന്നു എന്ന് വിചാരിക്കുക. ആ സാധനങ്ങൾ അവിടെ കുറേ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ അതിലേതെങ്കിലും ഒന്ന് നാം തിരഞ്ഞെടുക്കാറുണ്ട്. നമ്മുടെ മനസ്സിന് യോജിച്ച, നമ്മുടെ ആവശ്യങ്ങൾക്ക് അനുയോജ്യമായി തോന്നുന്നതായ ഒരു വസ്തു നാം തിരഞ്ഞെടുക്കുന്നു. നാം എന്ത് തിരഞ്ഞെടുത്താലും അതിൻ്റെ എന്തെങ്കിലും ഒരു ഗുണം കണ്ടുകൊണ്ടാണ് നാം അതിനെ തിരഞ്ഞെടുക്കാറുള്ളത്. നാം ഒരു കടയിലേക്ക് ചെല്ലുമ്പോൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന സാധനം ഒരു പീസ് മാത്രമേ ഉള്ളൂവെങ്കിൽ മറ്റൊന്നും സംശയിക്കാതെ അത് വാങ്ങിക്കൊണ്ട് നാം വീട്ടിലേക്ക് പോകും. എന്നാൽ അതേ സാധനം ഒന്നിൽ കൂടുതൽ അവിടെ ഉണ്ടെങ്കിൽ നാം അപ്പോൾ സമയം ചെലവാക്കി അതിലേതാണ് നല്ലത്, അതിലേതിനാണ് ഗുണമുള്ളത്, എന്തിനാണ് ന്യൂനതയുള്ളത് എന്നെല്ലാം മനസ്സിലാക്കി നമ്മുടെ നോട്ടത്തിൽ ഗുണമുള്ളത് നാം എടുത്തുകൊണ്ടുപോരും. ഇതേപോലെ തന്നെയാണ് തെരഞ്ഞെടുപ്പുകൾ. രാഷ്ട്രീയ പാർട്ടികൾ തെരഞ്ഞെടുപ്പാകുമ്പോഴേക്ക് സ്ഥാനാർത്ഥികളുടെ ഗുണഗണങ്ങളാണ് നാട്ടുകാരെ മുഴുവൻ വിളിച്ചറിയിക്കുന്നത്. അങ്ങനെ ഒരുപാട് ഗുണഗണങ്ങൾ നാട്ടുകാരുടെ മുൻപിൽ അവതരിപ്പിച്ചു കഴിയുമ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആളുകൾ വോട്ട് ചെയ്യുകയും തിരഞ്ഞെടുക്കുകയും ഒക്കെ ചെയ്യുന്നത്. രാഷ്ട്രീയത്തിൻ്റെ അതിപ്രസരം വർദ്ധിച്ചു വരുന്നതായ ഒരു കാലത്തിലാണല്ലോ നാം ജീവിക്കുന്നത്. അതുകൊണ്ട് അതിൻ്റെ സ്വാധീനം ഇല്ല എന്ന് പറയുവാൻ കഴിയുകയില്ല. എന്നാലും സ്ഥാനാർത്ഥികളുടെ ഗുണഗണങ്ങൾ ജനം വീക്ഷിക്കാറുണ്ട്, അതിനനുസരണമായി വോട്ട് ചെയ്യാറുമുണ്ട്. ഇത് മനുഷ്യരുടെ തെരഞ്ഞെടുപ്പാണെങ്കിൽ ദൈവത്തിൻ്റെ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് തിരുവെഴുത്ത് എന്താണ് പറയുന്നത്? 1 കൊരിന്ത്യർ 1-ാം അധ്യായം 27 മുതലുള്ളതായ വാക്യങ്ങളിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: ജ്ഞാനികളെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ഭോഷത്വമായത് തെരഞ്ഞെടുത്തു, ബലമുള്ളതിനെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ബലഹീനമായത് തെരഞ്ഞെടുത്തു, ഉള്ളതിനെ ഇല്ലായ്മയാക്കുവാൻ ദൈവം ലോകത്തിൽ കുലഹീനവും നികൃഷ്ടവുമായതും ഏതുമില്ലാത്തതും തിരഞ്ഞെടുത്തു, ദൈവസന്നിധിയിൽ ഒരു ജഡവും പ്രശംസിക്കാതിരിക്കേണ്ടതിന് തന്നെ. നോക്കുക, ഇവിടെ ദൈവം തിരഞ്ഞെടുത്തത് എങ്ങനെയുള്ളതാണ്? ലോകത്തിൽ ഭോഷത്വമായത്, ലോകത്തിൽ ബലഹീനമായത്, നികൃഷ്ടമായത്, ഏതുമില്ലാത്തത്, ഇങ്ങനെ ലോകത്തിൽ കുലഹീനവും നികൃഷ്ടവുമായതും ഏതുമില്ലാത്തതും ദൈവം തെരഞ്ഞെടുത്തു. ലോകം തിരഞ്ഞെടുക്കുന്നത് ലോകത്തിൻ്റെ ദൃഷ്ടിയിൽ ഏറ്റവും ഗുണമുള്ളതിനെയാണെങ്കിൽ ദൈവം തിരഞ്ഞെടുക്കുന്നത് ലോകത്തിൻ്റെ ദൃഷ്ടിയിൽ ഭോഷത്വമായതാണ്. ദൈവം തിരഞ്ഞെടുക്കുന്നത് ലോകത്തിൻ്റെ മുൻപാകെ ഗുണമില്ല എന്ന് പറഞ്ഞ് തള്ളിക്കളയുന്നതിനെയാണ്. വാസ്തവത്തിൽ ലോകത്തിന് ആവശ്യം ലോകത്തിൻ്റെ ഇംഗിതങ്ങൾക്ക് വഴിപ്പെടുന്നവരെയും ലോകത്തിൻ്റെ ഗതിവിഗതികൾ അനുസരിച്ച് ജീവിക്കുന്നവരെയുമാണ്. എന്നാൽ ദൈവത്തിന് ആവശ്യം ലോകം തള്ളിക്കളയുന്നവരെയാണ്. ഇന്ന് രാവിലെ ഈ വേദഭാഗം ചിന്തിക്കുമ്പോൾ താങ്കൾ എല്ലാവരാലും തള്ളപ്പെട്ട ഒരു വ്യക്തിയാണെങ്കിൽ, ആരും താങ്കളെ തിരഞ്ഞെടുക്കാതിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ദൈവത്തിന് താങ്കളെ കൊണ്ട് ആവശ്യമുണ്ട്. വിശുദ്ധ ബൈബിളിലെ പുതിയ നിയമത്തിൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരസ്യ ശുശ്രൂഷയുടെ സമയത്തെ നാം വായിക്കുമ്പോൾ എല്ലാവരാലും തള്ളപ്പെട്ട് കിടന്നവരെ തേടി കർത്താവ് അവരുടെ അരികിലേക്ക് ചെല്ലുന്നത് കാണുവാൻ സാധിക്കും. ഉദാഹരണമായി ബെഥെസ്ദ കുളക്കരയിൽ ദീർഘവർഷങ്ങളായി രോഗിയായി കിടക്കുന്ന മനുഷ്യനെ ശ്രദ്ധിക്കുക. 38 ആണ്ട് രോഗിയായി കിടന്ന മനുഷ്യൻ, അദ്ദേഹത്തെ ആർക്കും വേണ്ടായിരുന്നു. അദ്ദേഹത്തെ തേടി അദ്ദേഹത്തിൻ്റെ അരികിലേക്ക് ചെന്ന കർത്താവിനോട് താൻ പറയുന്നത്, കർത്താവ്, എനിക്ക് ആരുമില്ല എന്നാണ്. അങ്ങനെ ആരുമില്ലാത്തവരുടെ കണ്ണുനീർ ഒപ്പുന്നവനാണ് കർത്താവ്. യേശുക്രിസ്തു ഒരിക്കൽ ഇങ്ങനെ തിരുവായി മൊഴിഞ്ഞു: എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. ആർക്കും രക്ഷിക്കാൻ സാധിക്കാതെ നിത്യമാ നരകാഗ്നിയിലേക്ക് പോയിക്കൊണ്ടിരുന്ന നമ്മെ തേടി കർത്താവ് ഈ താണലോകത്തിലേക്ക് വന്നു. നമ്മുടെ ഓരോരുത്തരുടെയും പാപം അവിടുന്ന് ശിരസിൽ ഏറ്റെടുത്തു. കാൽവറി ക്രൂശിൽ ഒരു യാഗമായി അർപ്പിക്കപ്പെട്ടു. പരിപാവനമായ അവിടുത്തെ രക്തം സകല മനുഷ്യവർഗത്തിനും വേണ്ടി മറുവിലയായി നൽകപ്പെട്ടു. ഏറ്റവും ശാപകരമായ മരണം അവിടുന്ന് അനുഭവിച്ചു. ഇതൊരു വലിയ ഭോഷത്വമായിട്ടാണ് ലോകം കരുതുന്നത്. എന്നാൽ ജ്ഞാനികളെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ഭോഷത്വമായത് തിരഞ്ഞെടുത്തു എന്നാണ് നാം വായിക്കുന്നത്.
എന്നാൽ ഈ കർത്താവായ യേശു ക്രിസ്തുവിൽ ആര് വിശ്വസിക്കുന്നുവോ, അവിടുത്തെ രക്ഷിതാവും കർത്താവുമായി ആര് സ്വീകരിക്കുന്നുവോ അവർക്ക് നിത്യജീവനുണ്ട്. അങ്ങനെയുള്ളവരെ സംബന്ധിച്ചാണ് ദൈവവചനം പറയുന്നത്, ദൈവം ലോകത്തിൽ ഭോഷത്വമായത് തിരഞ്ഞെടുത്തു, ബലഹീനമായത് തിരഞ്ഞെടുത്തു, കുലഹീനവും നികൃഷ്ടവുമായതും ഏതുമില്ലാത്തതും തിരഞ്ഞെടുത്തു. എന്തിനു വേണ്ടി? നിത്യമായ നരകാഗ്നിയിൽ നിന്ന് വിടുവിക്കപ്പെട്ട് നിത്യമായ സ്വർഗരാജ്യത്തിൽ കർത്താവിനോടുകൂടെ നിത്യത മുഴുവൻ വാഴുന്നതിനു വേണ്ടി. താങ്കൾ ഈ അനുഭവത്തിലേക്ക് ഇതുവരെയും കടന്നു വന്നിട്ടില്ല എങ്കിൽ ഈ സ്വർഗീയനാദം ശ്രവിക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുക. അങ്ങനെയെങ്കിൽ ദൈവം നിങ്ങളെ തെരഞ്ഞെടുത്തിരിക്കുന്നു. എല്ലാവിധ അനുഗ്രഹങ്ങളും ദൈവം നിങ്ങൾക്ക് നൽകട്ടെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ. ജീവന്റെ പുതുക്കത്തിലും സന്തോഷത്തിലും അനുദിനം വർദ്ധിച്ചു വരുവാൻ നിത്യവും ശ്രവിക്കൂ സ്വർഗീയ നാദം, ദ ഹെവൻലി വോയിസ്. എന്നെ തിരഞ്ഞെടുപ്പാൻ, എന്നെ മാനിക്കുവാൻ, എന്നിലെന്തു നീ കണ്ടേശുവേ. എന്നെ തിരഞ്ഞെടുപ്പാൻ, എന്നെ മാനിക്കുവാൻ, എന്നിലെന്തു നീ കണ്ടേശുവേ. ഒരു യോഗ്യതയും പറയാനില്ലയേ, കൃപയൊന്നു മാത്രം യേശുവേ. ഒരു യോഗ്യതയും പറയാനില്ലയേ, കൃപയൊന്നു മാത്രം യേശുവേ.